ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15ാമത്തെ ഡേ ആണ്. മുൻപിൽ ചെയ്തതിൻ്റെ 14ാമത്തെ ഡേയുടെ ബാക്കി പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് മുൻപിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതിൻ്റെ ബാക്കി 40 ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. ആൻസർ ഓപ്ഷൻ സി, മീൻവല്ലം. മീൻവല്ലം പദ്ധതിയാണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. അടുത്തത്: ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി. ആൻസർ ഓപ്ഷൻ സി, പെരിയാർ. പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി. അടുത്തത്: മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം ഏത്? മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം. ആൻസർ ഓപ്ഷൻ സി, പൊന്നാനി. പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം. അടുത്തത്: താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. ആൻസർ ഓപ്ഷൻ ബി, ഭവാനി. ഭവാനിയാണ് ഈ തന്നിട്ടുള്ളവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. അടുത്തത്: കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. ആൻസർ ഓപ്ഷൻ സി, ചൂലന്നൂർ. ചൂലന്നൂരാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം. ആൻസർ ഓപ്ഷൻ ബി, 1895. 1895 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. അടുത്തത്: താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കൂടുതൽ ദൂരം ഒഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കൂടുതൽ ദൂരം ഒഴുകുന്ന നദി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കബനിയാണ്. കബനി 56.6 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. നെയ്യാർ നദി വരുന്നത് 56 കിലോമീറ്റർ മാത്രമാണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. കബനി നദിയാണ് 56.6 കിലോമീറ്റർ ഒഴുകുന്നത്. നെയ്യാർ നദിയാണെങ്കിൽ 56 കിലോമീറ്ററാണ് ഒഴുകുന്നത്. അടുത്തത്: കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏത്? കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്. ആൻസർ ഓപ്ഷൻ സി, സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയാണ് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി, ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. അടുത്തത്: കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല ഏത്? കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല. ആൻസർ ഓപ്ഷൻ സി, പത്തനംതിട്ട. പത്തനംതിട്ടയാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല. അടുത്തത്: കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് ആര്? കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ്. ആൻസർ ഓപ്ഷൻ എ, സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയാണ്. മുൻപ് പാലക്കാടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. അടുത്തത്: ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി. ചാന്നാർ ലഹള മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. അടുത്തത്: കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി, കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആര്? ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ്. ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ്. അടുത്തത്: പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അടുത്തത്: ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എന്ന്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം വരുന്നത്. ഇതിൽ ഓപ്ഷനിലില്ല. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. അടുത്തത്: കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അടുത്തത്: ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. ആൻസർ ഓപ്ഷൻ ബി, ഖിലാഫത്ത് സമരപ്രചാരണം. ഖിലാഫത്ത് സമരപ്രചാരണവുമായി ബന്ധപ്പെട്ടാണ്
ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. അടുത്തത് 1957 കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആര്? 1957 കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 അതുകൊണ്ട് തന്നെ 1957 കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. അടുത്തത് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആൻസർ ഓപ്ഷൻ എ വിസരണം. വിസരണമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. അടുത്തത് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത്? താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി വാതകങ്ങളിൽ. വാതകങ്ങളിലാണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത്. അടുത്തത് ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? ലെഡ് എന്ന ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി കാർബൺ കുടുംബം. കാർബൺ കുടുംബത്തിലാണ് ലെഡ് എന്ന ലോഹം ആവർത്തന പട്ടികയിൽ വരുന്നത്. അടുത്തത് ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ട് മുൻപായി ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ട് മുൻപായി ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരത്തിലുള്ളവയാണ്? ആൻസർ ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് തരംഗം. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ട് മുൻപായി ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അടുത്തത് 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി 212. 212 ഡിഗ്രി ഫാരൻഹീറ്റാണ് 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്ക് തുല്യമായത്. അടുത്തത് സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താകുന്നു? സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം താഴെ വരുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അടുത്തത് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഓപ്ഷൻ സി 3 ലക്ഷം കിലോമീറ്റർ. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം എന്നറിയപ്പെടുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. അടുത്തത് ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വയ്ക്കുമ്പോഴാണ്? ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വയ്ക്കുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി ധ്രുവങ്ങളിൽ. ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഭൂകേന്ദ്രത്തിൽ വസ്തുക്കളുടെ ഭാരം എന്നറിയപ്പെടുന്നത് 0 അടുത്തത് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ആൻസർ ഓപ്ഷൻ ബി ത്വക്ക്. ത്വക്കാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. അടുത്തത് ഡോട്ട്സ് ഏത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നത് ഏത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ക്ഷയം. ക്ഷയവുമായി ബന്ധപ്പെട്ട രോഗചികിത്സയാണ് ഡോട്ട്സ്. അടുത്തത് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി. ആൻസർ ഓപ്ഷൻ എ വൈറസ്. HIV വൈറസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എയ്ഡ്സിന് കാരണമായ രോഗമാണോ എന്നറിയപ്പെടുന്നത് വൈറസാണ്. അടുത്തത് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇത് മുൻപിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. അടുത്തത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത എന്ന രോഗമുണ്ടാകുന്നത്. അടുത്തത് അന്തകവിത്ത് നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം? അന്തകവിത്ത് നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ, ബ്രസീൽ. ഇന്ത്യയും ബ്രസീലുമാണ് അന്തകവിത്ത് നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ. അടുത്തത് കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. അടുത്തത് കേരളത്തിൻ്റെ നെല്ലാറ എന്നറിയപ്പെടുന്നത് ഏത്?
കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ കുട്ടനാട്. കുട്ടനാട് ആണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തു ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ അല്ലെങ്കിൽ കാഠിന്യമുള്ള വസ്തു എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തുവാണ് ഇനാമൽ. അടുത്തത്, ലോക പരിസ്ഥിതി ദിനം എന്ന്. ലോക പരിസ്ഥിതി ദിനം. ആൻസർ ഓപ്ഷൻ സി ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം വരുന്നത് ജൂൺ 5ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ ഈ 2 ക്ലാസ്സുകളായി നമ്മൾ 80 ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.